ഇനിയുണ്ടല്ലോ നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് നല്ല വളം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബയോബിന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതിലുണ്ടല്ലോ നമുക്ക് സാധാരണ നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറിൻ്റെ വേസ്റ്റ്, അതുപോലെ ഫുഡിൻ്റെ ബാക്കി വരുന്നത് എല്ലാം നമുക്ക് ഈ ഒരു ബയോബിന്നിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ജീർണിച്ച് നല്ല വളമായിട്ട് മാറിയിട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ പുറത്ത് കളയാനുള്ള സൗകര്യങ്ങൾ കുറവാണ് കേട്ടോ. എന്നുവെച്ചാൽ എവിടെ ഇട്ടാലും നമുക്ക് എലി വന്ന് വലിയ എലിമടയാക്കി വെക്കുവാണേ. അപ്പോൾ ഇതിൽ കണ്ടോ എല്ലാ വേസ്റ്റും ഉണ്ട്. അതായത് ചോറൊക്കെ ബാലൻസൊക്കെ നമുക്ക് കുറച്ച് വരുന്നതൊക്കെ എല്ലാം ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി വരുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജീർണിക്കുന്നുണ്ടല്ലോ, ഇതിലൊരു സൈസ് പുഴുക്കളുണ്ട് കണ്ടോ. ഈ ഒരു പുഴുവാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ദ്രവിപ്പിച്ച് എടുക്കുവേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഇത് ബിന്ന് ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് ഇത് 3 തട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതുപോലെ അടച്ചു വെക്കാം. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ബോക്സിൽ നമ്മൾ ഇട്ടിട്ട് ദ്രവിച്ച് നമുക്കിതാ വളമായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇതിനെ നമ്മളൊന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളമാണ് കണ്ടോ. നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് കിട്ടിയ വളമാണ് കണ്ടോ. ഇതിന് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സൂപ്പറാണ്.